നമ്മളങ്ങോട്ട് പോയി വെക്കാം. ഉസ്താദ് ഇപ്പൊ എവിടെ ഉണ്ടാകുമെന്ന് അറിയില്ല. പള്ളിക്കുണ്ടാവൂലേ? പള്ളിയൊക്കെ പോയി വെക്കാം. പോയി വെക്കാം. ഉസ്താദല്ല പോണത്. ഉസ്താദനാണല്ലോ. എന്നാ നമ്മൾ ഇപ്പൊ തന്നെ ചോദിച്ചു നോക്കാം. എന്നാ പോയി ചോദിച്ചു നോക്കാം. ബേബാ ഉസ്താദേ, അസ്സലാമലൈക്കും. എവിടുന്നാ വരുന്നത്? ഞാൻ ആ ബീരാനാജിന്റെ മോനെ പെരക്കൊരു കുറ്റി അടിക്കാൻ പോയതാ. എന്തേ ഇത് പാരാ? ഇത് നമ്മളെ സ്നേഹിതനാണ്. ഇപ്പൊ ഇവിടെ പണിക്കൊക്കെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അതിന്റെ ശേഷം ഇവിടുന്ന് ഗൾഫ് കൊണ്ടുപോയി. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോകേണ്ട വന്നതാണ്. എന്നിട്ട് ഗൾഫ് പോയിട്ട് കാര്യമായിട്ട് മെച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ പണിക്കൊക്കെ വന്നിരുന്നതേ. അപ്പൊ എന്തെങ്കിലും പണി കിട്ടുമോ വെച്ചിട്ട് രണ്ടാമത് കണ്ടേനെ വന്നതാണ്. അതെ, ഇവന് റൂം താമസിക്കാനൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ പള്ളിക്ക് ചെലവ് കൊണ്ടുവരാനും ഇവിടെ പള്ളി വൃത്തിയാക്കാനും ഒരാൾ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനൊക്കെ ചെറിയ പൈസ കിട്ടുള്ളൂ. പണിയുള്ള സമയത്തും പണിക്ക് പോയിക്കോട്ടെ. വൈകുന്നേരം വന്നാൽ പിന്നെ നിങ്ങളെ കൂടി സഹായിച്ചിക്കാണ്ട് രാത്രി താമസിച്ചും ചെയ്തോട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തുതരാം. പിന്നെ എനിക്ക് പണിയുള്ള സമയത്ത് പണിക്കും പോവാലോ. അതാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ പോരി. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയിപ്പോ മൂപ്പര പണ്ട് കൂടിക്കോ. മൗലൂദ് ഉണ്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ തടയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തോളാം. എന്നാ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ ഉസ്താദേ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, അപ്പൊ എന്റെ പേരെന്തെന്നാ പറഞ്ഞത്? ഉസ്മാന്. നാട് മണ്ണാർക്കാട്. പിന്നെ ഉസ്താദേ, എനിക്ക് നിങ്ങളെ ആ താന നോക്കലും കുറ്റടിച്ചലൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ജാള് തിരക്കടില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചതാണ്. അതൊക്കെ നമുക്ക് ആലോചിച്ചോ. അല്ല ഉസ്താദേ, ഈ വീടിന്റെ ഒക്കെ സ്ഥാനൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത്? അത് ആദ്യം ഓരോ ദിശ അങ്ങനെ നോക്കാം. ഈ 4 ദിശ എന്നിട്ട് മേപ്പെട്ടാണ് നോക്കാം. അങ്ങനെ നേരെ കീപ്പട്ട് കണ്ട് നോക്കാം. അപ്പൊ സ്ഥാനം നേരെ കാണും. അറക്കണേന്റെ മുമ്പ് പടക്കല്ലേ. അതിനൊക്കെ കൊറേ പഠിച്ചാണ്ട് ദത്താഹംക്കജ്ജ അവിടെ നോക്കിക്ക. ഇങ്ങോട്ട് പോരുന്നില്ലേ? ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് പോരെ. ഞാൻ പോരുന്നത്. അതെ, എനിക്ക് ഈ സാധനം നോക്കലും കുറ്റിയടിക്കലും മാത്രല്ല, പെരന്റെ ദോഷം തീർക്കലും കുട്ടികളെ ചികിത്സയും പല പരിപാടിയുണ്ട്. അത് ഇജ്ജ് പണിക്ക് പോണ പെരയിലൊക്കെ എന്നെ പറ്റിയൊന്നാണ്ട് പൊക്കി പറഞ്ഞോണ്ടു അനക്കും ഒരു കൊണ ഉണ്ടാവും. അതാ. പിന്നെ അങ്ങനെ നമ്മൾ ഈ ദോഷമുള്ള വീട്ടിൽ ചെല്ലണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കന്നിമൂലയ്ക്ക് മണ്ടി ചെല്ലണം. അങ്ങനെ കന്നിമൂലയ്ക്ക് മണ്ടി ചെന്നിട്ട് അവിടെ ബാത്റൂം ഉണ്ടോ നോക്കണം. ബാത്റൂം ഉണ്ടെങ്കിൽ ഉടനെ അത് പൊളിച്ചാൻ പറയണം. അവിടെ ഏതെങ്കിലും പൈപ്പ് ഉണ്ടോ നോക്കണം ബാത്റൂമിന്റെ. ബാത്റൂമിന്റെ പൈപ്പൊന്നും ഇല്ലെങ്കിലോ? വല്ല വേസ്റ്റ് പൈപ്പ് ഉണ്ടോ നോക്കണോ? വേസ്റ്റ് പൈപ്പ് അല്ല, ഞാൻ അതും ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? ഇല്ലെങ്കിൽ ഉടനെ അടുക്കളയിലേക്ക് മണ്ടി ചെല്ലണം. അടുക്കളയ്ക്ക് ഇല്ല, എന്നിട്ട് പോത്തറച്ച് ബാറ്ററി ഉണ്ടാ നോക്കണം. അപ്പോഴേക്കും എനിക്ക് മുഴുങ്ങാൻ കിട്ടായിട്ട് ആദ്യമല്ല നമുക്ക് അവിടെ കേക്കോട്ടാണ് അടുപ്പിച്ച അത് വടക്കോട്ട് മാറ്റണം. ഇനി വടക്കോട്ടാണ് അടുപ്പിച്ച അത് കേക്കോട്ട് മാറ്റണം. അല്ല, എന്തിനപ്പ ഇതൊക്കെ പൊളിപ്പിച്ചിട്ടത്? ബുദ്ധിമുട്ടുണ്ടായിട്ടാണല്ലോ നമ്മൾ ഒരു വിളിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങൾക്ക് നമ്മളിൽ ഒരു വിശ്വാസം വരുള്ളൂ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് തിരിഞ്ഞു വരുന്നുണ്ട്. എനിക്കൊരു സംശയം. നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ കഞ്ഞിമൂലയുടെ കാര്യം? കഞ്ഞിമൂലല്ല നമുക്ക്, കന്നിമൂല. കന്നിമൂല നമ്മളൊരു വിശ്വാസം അല്ലല്ലോ. അതൊക്കെ ഞമ്മക്ക് പറ്റുമോ? ഇങ്ങനെ വല്ലാണ്ട് കാട് കയറി പോണ്ട, ഇങ്ങോട്ട് പോരെ. അല്ല പിന്നെ ഉസ്താദേ, ഈ ഗൾഫിലൊന്നും കന്നിമൂലല്ലോ. അപ്പൊ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂലേ? എടാ ഹംകെ, ഗൾഫ് തന്നെ കന്നിമൂലയില. പിന്നെ എന്താ അവിടെ കന്നിമൂല നോക്കാന്? ഇജ്ജ് ഓരോരോ കുരുത്തം കേട്ട ചോദ്യം ചോദിച്ചാ ഇജ്ജിണ്ട് വന്ന ഗൾഫ് തന്നെ കന്നിമൂലില്ല. ആർക്കുണ്ട് പോയി വിവരം? ഈ വിഷയം നമുക്ക് പിന്നെ പറയാം. ഇന്ന് രാത്രി 2-3 പേരയില് ദ്വാരക്കാൻ പോവാണ്ട്. ആർക്കും പോന്നൂടെ എന്റെ കൂടെ? പിന്നെ അന്ന് അങ്ങോട്ട് വെക്കുവോ?
അപ്പൊ എന്ത് പണിയാ ഉസ്താദെ നിങ്ങൾ കാണിച്ചത്? എന്തിയെ നിങ്ങൾ ഈ 2-3 പെരി പോയിട്ട് അവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മനുഷ്യന് വയസ്ന്നിട്ട് വയ്യ. ഇച്ചിങ്ങോട്ട് വാ. അതെനിക്ക് തിരിഞ്ഞില്ലല്ലേ. ഇല്ല ഇന്ന് ചെലവ് ആരോടത്തേന്ന് എനിക്കറിയോ? ഇല്ല. ഇന്ന് കോയാമാജിരോടത്തേന് നല്ല കൊശിയിലുള്ള ഭക്ഷണമായിരിക്കും. പള്ളിക്കുണ്ടാവും. പള്ളിക്കുണ്ടാവും. അത് ഞമ്മക്ക് അവിടുന്ന് അസലായിട്ട് കഴിക്കാം. അത് ശരി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നും കഴിക്കാതിരുന്നു. ഞമ്മക്ക് പോയിട്ട് അതാണ്ട് കഴിക്കാം. നടന്നോടി. അല്ല നമുക്ക് 2 ഉണ്ടാവോ? ഇഷ്ടം പോലെ. ഉസ്താദ് പരിപാടിക്ക് പോയതല്ലേ, ഓൽക്ക് ഭക്ഷണം ഒന്നും വേണ്ടില്ല. എന്നാലും ഭക്ഷണം എടുത്തേക്കണ്ടല്ലേ? ഒജീനെ നാസാക്കാൻ പാടില്ല. നമുക്കത് മുഴുവൻ തിന്നാണ്ടേ ഇതില് വെള്ളം നിറച്ചാണ്ട് ഇവിടെ വെക്കാം. ആയിക്കോട്ടെ. ഭക്ഷണം എന്നാ നമ്മൾ കൈ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഇതാണക്കുള്ള പ്ലേറ്റ്. ഇത് എനിക്കുള്ള പ്ലേറ്റ്. ഗ്ലാസ് ഗ്ലാസ്സൊക്കെ എടുക്കുക. നിങ്ങൾ ചോറ് അമ്പിക്കാണ് സബൂറാവ്. വെള്ളാണല്ലോ. ഇത് നമുക്ക് കൈ കഴുകാനുള്ള വെള്ളം. കൈ കഴുകാനോ? ഇതും വെള്ളാണല്ലോ. ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം. കുടിക്കാനുള്ള വെള്ളം ഉണ്ടാ? ആദ്യം ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇതും വെള്ളം. ഇതും വെള്ളാണല്ലോ ഉസ്താദേ. ഇതിപ്പോ മാവേ നമ്മള് വെള്ളത്തിലായല്ലോ. എന്താ ഇത് കഥ? ഇതിപ്പോ വല്ലാത്തൊരു ഹദാബിലായല്ലോ റബ്ബേ. എനിക്കിങ്ങളൊക്കെ തിന്ന് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണെന്ന്. അതെന്നാലേ നിങ്ങളെ കുളിപ്പിച്ചുള്ള വെള്ളം എടുത്ത് വെച്ചതാവും. അല്ലാത്തൊരു കെടിയിലെ മനുഷ്യൻ കുടിയത് വായിച്ചിട്ട് 2 പറ്റു കൊടുത്തേ കിട്ടോ പോയി നോക്കട്ടെ. എന്നാലേ ഇജ്ജ് എനിക്കും കൂടി 2 പറ്റ് കിട്ടുമോ നോക്ക്. പയിച്ചിട്ട് വെച്ച ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ അന്നെന്റെ ഒപ്പം പണ്ടാറടിക്കപ്പോ തന്നെ വെച്ചിരിക്കണത്.